അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗതം. പരിശുദ്ധ റമദാൻ ആഗതമായി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷദായകമായ കുറച്ച് ദിവസങ്ങളിലേക്കാണ് അവർ കടന്നു വരുന്നത്. നമ്മെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഇന്നും പത്രങ്ങളിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ പത്രത്തിലടക്കം ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ്റെ മരണത്തിൻ്റെ വാർത്തകളാണ്. പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതികളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകണമെന്ന് കൂടി തോന്നുകയാണ്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെടുത്തി ആധുനിക കലാലയങ്ങളെക്കുറിച്ചൊരു വിശകലനം, അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഷഹബാസ് വളരെ പ്രതീക്ഷകളുമായി എളേറ്റ് വട്ടോളിയിൽ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെൻറ്ററിൽ വെച്ചുകൊണ്ട് നടന്ന അടിപിടിയിൽ വളരെ നിസാരമായ ഒരു പ്രശ്നം, ആ പ്രശ്നം വലുതായി കൂട്ടത്തല്ലായി. അതിനിടയിൽ തൻ്റെ സഹപാഠികളാൽ, തൻ്റെ കൂട്ടുകാരാൽ ആക്രമിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന പൊന്നുമോൻ തലയോട്ടി പിളർന്നുപോയി ആ കുഞ്ഞുമോൻ്റെ എന്നാണ് പത്രങ്ങൾ പറയുന്നത്. മാത്രമല്ല, നഞ്ചക്ക് പോലെയുള്ള മാരകായുധം കൊണ്ടാണ് ആ കുട്ടിയുടെ തലക്കടിയേറ്റത് എന്ന് പറയപ്പെടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, ആധുനിക കലാലയം എന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ നിലനിന്നു പോകുന്ന ഒരു പരീക്ഷയെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കിക്കാണുന്ന പഠിക്കേണ്ട സമയത്ത് കശപിശകളും അടിപിടികളുമായി മുന്നോട്ട് പോകുന്ന പുതിയ സമൂഹം, പുതിയ ലോകം, പുതിയ ജനത, എങ്ങോട്ടാണ് ഈ ജനതയുടെ പോക്ക് എന്ന് നമ്മൾ വളരെ ചർവിതമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പുതിയ കാലത്തെ ഇത്തരം പ്രവണതകൾ, അതിലേക്ക് എത്തിക്കുന്ന അമിതമായ ലഹരിയുടെ ഒഴുക്ക്, സിനിമകളുടെ സ്വാധീനം, അതല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനം, അതൊക്കെ ഇത്തരം കൊലപാതകങ്ങളിലേക്ക് ചെന്നെത്തുന്നു എന്ന് ആധുനിക സൊസൈറ്റിയിലെ ഇന്നത്തെ സമൂഹം വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്രധാനമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനൽ ലഹരിക്കെതിരെയുള്ളൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സമൂഹം ലഹരിയുടെ പിന്നാലെയാണ്. വിവിധ തരത്തിലുള്ള ലഹരികൾ. പണ്ട് കള്ള് എന്നാണ് നമ്മളൊക്കെ കേട്ടത്. ഇന്ന് കള്ള് എന്ന് പറയുന്ന പദത്തിന് പകരം പുണ്യ റസൂല് പറഞ്ഞതുപോലെ വിവിധ നാമങ്ങളിൽ കള്ളുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കള്ളിൻ്റെ പേര് MDMA എന്നായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുന്ന ലഹരി പദാർത്ഥങ്ങളായിരിക്കും, രാസലഹരികളായിരിക്കും. അത് മറ്റേ കള്ളിനേക്കാൾ വളരെ വലിയ അനന്തര ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അഫാൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്, അഫാൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. ഇന്നും ആ ഉപ്പയുടെ കണ്ണീര് വറ്റിയിട്ടില്ല. അങ്ങ് വിദേശത്ത് നിന്ന് വന്ന പിതാവ് അഫാൻ്റെ അനുജൻ പൊന്നുമോനെ ആ ചെറിയ മോൻ്റെ ഖബറിടത്തിൽ പോയിക്കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം ലഹരിയുടെ സ്വാധീനമാണ്, അല്ലെങ്കിൽ മറ്റെന്തെല്ലാമോ ആണ്. ഈ ആധുനികതയുടെ പുതിയ കാലത്തെ ചിന്തകളും പുതിയ കാലത്തെ വിശ്വാസങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏത് തരം വിദ്യാഭ്യാസം കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടത്. ഇനിയൊരു അധ്യയന വർഷത്തിലേക്ക് ഈ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവാണ്. സ്കൂളുകളിലൊക്കെ സെൻഡ് ഓഫ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എങ്ങനെയാണ് സെൻഡ് ഓഫുകൾ ആഘോഷിക്കപ്പെടുന്നത്? കൂടുതൽ വിചാരത്തോടുകൂടി, വിവേകത്തോടുകൂടി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ ഒരു അധ്യയന വർഷം കടന്നു പോകുമ്പോൾ ക്ലാസ് മുറികളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ, ഞാനൊരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ്, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ പണ്ട് സംഭവിച്ചത്, സ്കൂളൊക്കെ പൂട്ടാൻ നേരം, പരീക്ഷയൊക്കെ കഴിഞ്ഞ് സെൻഡ് ഓഫ് ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾ ആ ക്ലാസ് മുറിയിലെ മുഴുവൻ ജനാലകളുടെയും ചില്ലുകൾ അടിച്ചു പൊട്ടിക്കുന്നു, ക്ലാസ് മുറിയിലെ ബോർഡുകൾ കുത്തി നശിപ്പിക്കുന്നു. ആ ബോർഡുകൾ ഉപയോഗശൂന്യമാക്കി മാറ്റിയിട്ടാണ് ക്ലാസ് മുറി വിട്ടുപോയത് എന്നാണ്. അവരുടെ ഉള്ളിൽ ആ ഒരു വർഷക്കാലം മുഴുവനും തളം കെട്ടി നിന്ന ദുശ്ചിന്തകളെല്ലാം കൂടി ഒരു ദിവസം ഒന്നിച്ച് പുറത്തു ചാടിയ ഒരു വിചിത്രമായ കാഴ്ചയാണ് അന്ന് ആ വർഷം എൻ്റെ കൂട്ടുകാരൻ കാണേണ്ടി വന്നത് എന്നാണ്. ഇങ്ങനെ എത്രയോ സ്കൂളുകളിൽ എന്തെല്ലാം സംഭവിക്കുന്നു സെൻഡ് ഓഫുകളുടെ പേരിൽ. ന്യൂസുകൾ അവസാനിച്ചിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഇനിയും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മക്കൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വരുന്ന ഒരു അധ്യയന വർഷം നമ്മുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളൊക്കെ വിശ്വാസികളാണ്, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മതം എന്ന് പറയുന്നത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കറിയാം, സമാധാനത്തിൽ ഊന്നിയൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്സ്റ്റുകൾ,
അതിൻ്റെ ആശയങ്ങൾ ഒക്കെ മുന്നോട്ട് വെക്കുന്നത് സമാധാനമാണ്, സന്തോഷമാണ്, ആത്മീയതയാണ്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത പരിശുദ്ധ ഇസ്ലാം, അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങളെ പണ്ട് തൊട്ടേ എതിർത്ത പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ നല്ല വഴികളിലൂടെ നടത്താൻ, നല്ല സ്ഥാപനങ്ങളിലൂടെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ ധാരകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.